ഹലോ ഗായ്സ്, അപ്പം നമ്മളിതാ ചച്ചുവിൻ്റെ ബേബി ഷവർ അല്ലല്ലോ. അങ്ങനെ ഗായ്സ്, ഇതാണ് നമ്മളുടെ മണവാളനും മണവാട്ടിയും. നിങ്ങൾ കണ്ടോളൂ ഗായ്സ്. നമ്മളൊരു നിഗൂഢതയായിട്ടുള്ളൊരു കാട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇന്ന് എൻ്റെ കൂടെ സ്കൂൾ കാലം തൊട്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ എപ്പോഴും കാണുന്നതൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്താ ചിലതൊക്കെ അങ്ങനെ ആണ് നമുക്ക് നമ്മുടെ ലൈഫിൽ. കാരണം എപ്പോഴും കണ്ടില്ലെങ്കിലും നമുക്ക് അവർ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ് ഏപ്രിൽ 20. അപ്പം ഇന്ന് ഞങ്ങൾ അവളുടെ ബ്രൈഡൽ ഷവറിന് പോവുക. അപ്പം അതിനു മുമ്പ് ഞാൻ റെഡി ആയില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. അപ്പം എൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച, ഏകദേശം 2010-11 കാലഘട്ടമാണെന്ന് തോന്നുന്നു. അപ്പം ഞാനും അവള് പിന്നെ വേറൊരു കൂട്ടുകാരിയുണ്ട് വീണ, അവള്. അപ്പം ഞങ്ങൾ 3 പേരും പിന്നെ ചച്ചുവിൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 2 കൂട്ടുകാരികളുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബ്രൈഡൽ ഷവറിന് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം. ബൈ. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഇനിയിപ്പോൾ അവൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ചച്ചുവിനായിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ബ്രൈഡൽ ഷൂട്ടിന് പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, മൺട്രോത്തുരുത്താണ് പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ. ഹലോ ഗായ്സ്, അപ്പം നമ്മളിതാ ചച്ചുവിൻ്റെ ബേബി ഷവർ അല്ലല്ലോ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ചച്ചുവിൻ്റെ ബ്രൈഡൽ ഷവറിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പ്രോ റൈഡർ നമ്മുടെ ബ്രൈഡ് ടു ബി ആണ്, ഭയങ്കര പ്രോ റൈഡറാണ്. പിന്നെ ഇത് ബാക്കിൽ അമ്മു ഉണ്ട്, ഇന്ദു ഉണ്ട്, ലച്ചു ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കേസൊക്കെ വാദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലച്ചുവിനെ കോൺടാക്ട് ചെയ്യാം. ഷീസ് ആൻ അഡ്വക്കേറ്റ്. അപ്പം നമ്മൾ പോവുകയാണ്. ബാക്കി വിശേഷം വഴിയെ കാണാം. ബൈ. അങ്ങനെ നമ്മൾ മൺട്രോത്തുരുത്ത് എത്തിയിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്, രക്ഷയില്ലാത്ത അടിപൊളി. നല്ല സീനറിയും ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ ചെന്നത് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങളെല്ലാം വെളിയിലിറങ്ങി. കാരണം വണ്ടിയിലിരുന്നപ്പം തന്നെ നല്ല ചൂടുണ്ട്. അപ്പം വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും പിന്നെ നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാമല്ലോ നമുക്ക്. അതുകൊണ്ട് ഞങ്ങൾ വെളിയിലൊക്കെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നേരെ ക്രോസ് ചെയ്ത് അവിടെ ചായക്കടയിൽ പോയി ചായ കുടിക്കാമെന്നുള്ളൊരു പ്ലാൻ വന്നു. പക്ഷേ വിചാരിച്ചു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അവരൂടെ വന്നിട്ട് ഒരുമിച്ച് ചായ കുടിക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ബ്രൈഡ് ദാണ്ട കാറിൽ നിന്ന് ഇറങ്ങി. അതിനകത്ത് ചൂട് സഹിക്കാൻ വയ്യാതെ അവളങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ കുറച്ച് പട്ടിഷോ ആണ് കാണുന്നത്. പട്ടിഷോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അടുത്തൊരു പട്ടി കിടക്കുന്നത്. ഞാൻ ആ പട്ടിയുടെ വീഡിയോ എടുത്തപ്പം എൻ്റെ കൂട്ടുകാരി വീണ് എന്നെ വഴക്ക് പറയുന്നതാണിത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്, അവരെ വെയിറ്റ് ചെയ്ത്. ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ പയ്യൻ, ഗ്രൂം. എന്താ പറയുക, ഇവക്ക് പറ്റിയൊരു ചെറുക്കനാണ്. പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ള, ഇവളെക്കാട്ടി കുട്ടിത്വമാണ് അനന്തവണ്ണൻ, അങ്ങനെ വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് ചുമ്മാ പോസ്റ്റ് അടിച്ച് കറങ്ങി വീണയും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അവർ വരുന്നത് ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് നിന്നിട്ട് വരുന്നില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് അവർ രണ്ടുപേരും വന്നിരിക്കുകയാണ്. ഇന്ദുവിൻ്റെ ഹസ്ബൻഡാണ് ബാക്കിൽ ഇരിക്കുന്നത്, ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ എടുക്കുന്ന ആൾ. അപ്പോൾ ഇവർ പെട്ടെന്ന് കണ്ടപ്പോൾ ഇവർ വിചാരിച്ച്, ദൈവമേ ഇത്രയും പെമ്പിള്ളാരോ, ഇങ്ങനത്തെ ഒരു മൈൻഡിലായിരിക്കും ഇവർ വന്നത്. ഞങ്ങളപ്പോൾ കളിയാക്കിയൊക്കെ ചെയ്ത് ഇന്ദുവിൻ്റെ ചേട്ടന് കാല് വയ്യാതിരിക്കാം. പിന്നെ ഞങ്ങൾ മൺട്രോത്തുരുത്ത് വെച്ച് ഫോട്ടോ എടുക്കാതെ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒരു ഡച്ച് പള്ളിയുണ്ട്, അവിടോട്ട് പോകാമെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ കയ്യിൽ കേക്ക് ഉണ്ട്, എൻ്റെ കൂടെ നടന്നു വരുന്നതാണ് വീണ. ഞങ്ങൾ ഒരുമിച്ച് നടന്നു വന്ന്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ആക്ഷനും അതിൻ്റെ പിന്നാമ്പറ കാഴ്ചകളൊക്കെയാണ്. റെയിൽവേ പാളത്തിൽ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. പിന്നെ ഇതൊരു ഡച്ച് പള്ളിയാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു കാട് പോലെ, കാടെന്ന് പറയാനില്ല, ഒരു പറമ്പ്, അയ്യത്തൂടെ നടന്നിങ്ങനെ വേണം പോകാൻ. പിന്നെ ഇത് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണ്. ഇതാണ് ഞങ്ങൾ 5 പേര്. ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന അതിൻ്റെ ഇടയിലുള്ള പിന്നാമ്പറ കാഴ്ചയാണ്. ഞങ്ങൾ എടുത്ത ഫോട്ടോയ്ക്ക് ഒരുപാട് കഥകളുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് അവളെ ഇക്കിളിയാക്കാൻ പറയുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പ്രതിമയെ പോലെ നിൽക്കാൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് അഷ്ടമുടിക്കായൽ. എല്ലാവർക്കും അറിയാമല്ലോ അഷ്ടമുടിക്കായൽ. നല്ല രസമാണ് കാണാൻ. അവിടെ ചെന്ന് നിന്നപ്പോൾ നല്ല കാറ്റും അടിപൊളി. പിന്നെ അവിടെ കുറേ തെങ്ങും കാര്യങ്ങളൊക്കെ. ഇനി ഇത് നമ്മുടെ ബ്രൈഡ് കേക്കൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് അവൾ. എന്താ പറയുക, ഒരു രക്ഷയില്ല. അവളെ കൊണ്ട് ഞങ്ങളങ്ങ് തോറ്റ്.
കേക്ക് പിടിച്ച് നിൽക്കുന്ന നിപ്പൊക്കെ കണ്ടില്ലേ. പിന്നെ ഇത് സൺസെറ്റിൻ്റെ സൺസെറ്റ് കാണാനായിട്ട് പോയതാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച് ഇവിടെ ഏതൊരു ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഇവിടെ എടുത്ത് പൊക്കി ഇങ്ങനെ ഞങ്ങളെല്ലാവരോടും നിൽക്കാൻ. അപ്പം നമ്മളെടുത്ത ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഇതിന് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതോട് കാണുക. അപ്പം ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.